കെ സുധാകരന് പിന്നാലെ മറ്റൊരു മുതിർന്ന നേതാവ് കൂടി രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുകയാണ്, നമ്മുടെ പി ജെ കുര്യൻ. അതെ രമേശ്, ഇതൊരു കോൺഗ്രസിനകത്തൊരു ചർച്ച ഇപ്പോഴേ ആയി തുടങ്ങും. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യാൻ മാറ്റിവെച്ചതാണ് കോൺഗ്രസ് ഈ വിഷയം. അതിപ്പോഴേ ചർച്ചയായി തുടങ്ങി. അതെ, ആ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അതും UDF കൺവെൻഷനിൽ രമേശ് ചെന്നിത്തല ഇരിക്കുന്ന വേദിയിൽ വെച്ചാണ് പി ജെ കുര്യൻ പറഞ്ഞത് UDF അധികാരത്തിൽ വരും എന്നതിൽ തനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാവുക രമേശ് ചെന്നിത്തലയായിരിക്കും എന്ന് പി ജെ കുര്യൻ പറയുന്നു. അപ്പൊ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ച VD സതീശനും KC വേണുഗോപാലും ഒക്കെ എന്ത് ചെയ്യുന്നൊരു ചോദ്യമുണ്ട്. ഹരിപ്പാട് ചെന്നിത്തല ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമുക്കൊപ്പം റോഷിപാൽ ഉണ്ട്, ഒപ്പം തന്നെ പ്രവീൺ പുരുഷോത്തമനുമുണ്ട്. ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്ക്. പ്രവീൺ, ഗുഡ് മോർണിംഗ്. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. പ്രവീൺ, പി ജെ കുര്യനും രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു. കെ സുധാകരന് ശേഷം അധികാരത്തിൽ UDF വന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പം രണ്ട് മുതിർന്ന നേതാക്കളുടെ വോട്ടാണ്. ഒന്ന് പി ജെ കുര്യൻ്റേത്, മറ്റൊന്ന് കെ സുധാകരൻ്റേത്. പ്രവീൺ പുരുഷോത്തമൻ, രമേശ് ചെന്നിത്തല അതിൽ എന്തെങ്കിലും മറുപടി പറഞ്ഞോ ആ വേദിയിൽ? ഗുഡ് മോർണിംഗ് അരുൺ. തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ അവിടെ UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള പി ജെ കുര്യൻ ഇങ്ങനെ ഒരു അഭിപ്രായം പങ്കുവച്ചത്. UDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ തനിക്ക് സംശയമില്ല. അങ്ങനെ അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയേക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചിലപ്പോൾ എന്ന വാക്കുകൂടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തലയും ആ വേദിയിലുണ്ട്. അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. അത് ആസ്വദിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല ചിരിക്കുകയാണ് ചെയ്തത്. വർഗീസ് പി ജെ കുര്യന്റെ ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. എന്തായാലും മെയ് 9 നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. അല്ല, എനിക്ക് പറഞ്ഞില്ല. ചിലപ്പോ രമേശ് പറയുന്നത് പാർട്ടിയാ തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ രമേശിന്റെ വലത്ത് ഹരീഷ് മാമൻ ഇരിക്കുന്നത് പോലെ അസംബ്ലിയിൽ രമേശിന്റെ വലത്ത് ഹരീഷ് മാമൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ റോഷിപാൽ കൂടി നമുക്കൊപ്പമുണ്ട്. റോഷിപാൽ, കെ സുധാകരന് തൊട്ടു പിന്നാലെ പി ജെ കുര്യനും രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് രംഗത്ത് വരികയാണ്. കോൺഗ്രസ് പാർട്ടിയിലെ രണ്ട് മുതിർന്ന നേതാക്കളുടെ വോട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 രമേശ് ചെന്നിത്തല, 0 VD സതീശൻ എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അന്തിമ തീരുമാനം വരേണ്ടത് ഹൈക്കമാൻഡിൽ നിന്നാണ്. തർക്കമുണ്ടായാൽ KC വേണുഗോപാലിന്റെ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. റോഷിപാൽ, മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തലയെ കൂട്ടത്തോടെ പിന്തുണയ്ക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അരുൺകുമാർ, കെ സുധാകരനാണ് പരസ്യമായി ആദ്യം രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ പി ജെ കുര്യന്റെ പിന്തുണ കൂടി ലഭിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പമുള്ളവർക്കും ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ട് കരുനീക്കം ശക്തമാക്കുന്ന KC വേണുഗോപാലും VD സതീശനും ഒക്കെയുണ്ട്. അവർ നിരാശരാകുന്ന സാഹചര്യം. പക്ഷേ എല്ലാത്തിനും അപ്പുറത്തേക്ക് തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. MLA-മാരുടെ അഭിപ്രായം തേടുമെങ്കിലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡാണ്. കാരണം കഴിഞ്ഞ തവണ VD സതീശനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുമ്പോൾ MLA-മാരുടെ പിന്തുണ പൂർണ്ണമായും അത് രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് ഒരു മാറ്റം വേണം, ഒരു തലമുറ മാറ്റം വേണമെന്ന നിലപാടിലേക്ക് എത്തുകയും അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് പകരം VD സതീശനെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇനി മുഖ്യമന്ത്രി പദത്തിലേക്ക് തർക്കമുണ്ടാകുമ്പോൾ അവിടെ ഒരു തർക്കം പരിഹരിക്കാൻ വേണ്ടി ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ മറ്റാരെങ്കിലും വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഹൈക്കമാൻഡ് പ്രതിനിധിയായ KC വേണുഗോപാൽ ആയിരിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ മനസ്സുകളിലുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇങ്ങനെ അഭിപ്രായം പറയാൻ കാരണം ഉമ്മൻചാണ്ടിയുടെ തുടർച്ച, സീനിയോറിറ്റി നോക്കുമ്പോൾ അത് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കണമെന്നതാണ്. അതുകൊണ്ടാണ് അവർ രമേശ് ചെന്നിത്തലയെ പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അത് കെ സുധാകരൻ പറയുമ്പോഴും അത് പി ജെ കുര്യൻ പറയുമ്പോഴും അവർ അതിൻ്റെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അതാണ്. പിന്നെ പക്വതയോടെ കാര്യങ്ങൾ ഇടപെടുന്നു എന്ന് ഇന്നലെ കെ സുധാകരൻ പറഞ്ഞതിൻ്റെ കാരണം കെ സുധാകരൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കെ സുധാകരനെ അനുനയിപ്പിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം രമേശ് ചെന്നിത്തല നടത്തിയത് കൊണ്ടാണ് കാര്യങ്ങൾ അറിഞ്ഞ് ഇടപെടുന്നയാൾ എന്ന് രമേശ് ചെന്നിത്തലയോട് കെ സുധാകരൻ പറഞ്ഞത്. അതുപോലെ പല
കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാകാം നേതാക്കൾക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിക്കാൻ. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഫലം വരാൻ വീണ്ടും ഏതാണ്ട് 3 ആഴ്ചയോളം കാത്തിരിക്കേണ്ടി വരും. അതൊക്കെ ഈ ചർച്ചകൾ ഏറ്റവും കൂടുതൽ ശക്തമാകുന്ന സമയമായിരിക്കും. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണത്തിന് എല്ലാ നേതാക്കളും തയ്യാറാവുകയില്ല. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ കെ സുബ്രഹ്മണ്യനോ പോലെ തയ്യാറായില്ല. ഇത് കഴിഞ്ഞാൽ 9-ാം തീയതി വൈകിട്ട് വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞാൽ പിന്നീടുള്ള ചർച്ചകൾ ആരായിരിക്കും മുഖ്യമന്ത്രി, ആരായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവ്, ആരൊക്കെയായിരിക്കും മന്ത്രിമാർ എന്ന തലത്തിലായിരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അതേപോലെ തന്നെയായിരുന്നു. ഏതാണ്ട് സംസ്ഥാന പോലീസ് മേധാവിയെ അടക്കം തീരുമാനിച്ച ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. ഏതാണ്ട് അവർ അങ്ങനെ ഒരു ആലോചന, അത് സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ്, മുൻകൂട്ടി ഏതാണ്ട് തീരുമാനമെടുക്കും. കാരണം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ താമസിപ്പിക്കേണ്ടതില്ല മന്ത്രിസഭ രൂപീകരിക്കാൻ എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ആലോചന നടത്തുന്നത്. ഏതായാലും കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിൽ ഈ കെ സുധാകരൻ തുടക്കമിട്ട ആ ചർച്ച അത് കൂടുതൽ നേതാക്കളെ ഏറ്റെടുക്കുമോ എന്നതാണ് അറിയേണ്ടത്. അരുൺകുമാർ. Okay, thank you, Roshipal. Thank